നമസ്കാരം. സാധാരണ CA കോഴ്സിനെ പറ്റി ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സാധാരണ ചോദിക്കുന്നത് ഇത് അച്ചീവബിൾ ആണോ, ഇത് ടഫാണോ, കുട്ടികൾ ചെയ്താൽ കിട്ടുമോ എന്നുള്ളതൊക്കെയാണ്. അത് പാരൻസിൻ്റെയും അതുപോലെ തന്നെ കുട്ടികളുടെ സംശയങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. CA ടഫാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് CA ഇൻ്റർമീഡിയറ്റിൻ്റെ റിസൾട്ട് വന്നു, CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നു. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പാസ്സായി, കുറച്ച് പേര് ഫെയിലാവുകയും ചെയ്തു. ഇപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഫെയിൽ എന്നല്ല പറയുക, സക്സസ്ഫുൾ അൺസക്സസ്ഫുൾ എന്നൊക്കെയുള്ള ആ ഒരു വാക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് അത്രയ്ക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പല കുട്ടികളും വളരെ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പലരും CAക്ക് ജോയിൻ ചെയ്തിട്ട് റിസൾട്ട്സ് നമുക്കറിയാം, പാസ് പെർസെൻറ്റേജ് ഒക്കെ കുറവാണ്. പാസ് പെർസെൻറ്റേജ് കുറവെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാംസ് ചെയ്ത് മെയിൻ എക്സാം ഫേസ് ചെയ്യുന്നവർ മാത്രമേ പാസ്സാവുന്നുള്ളൂ. അത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടഫ് ആണെന്ന് പറയുകയും ചെയ്യും. അപ്പം ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാരൻസിൻ്റെ റോളാണ്. പാരൻസിൻ്റെ റോള് ഇപ്പോൾ +2 കഴിഞ്ഞു, +2 വരെ ഇന്നത്തെ നമ്മുടെ ജനറേഷൻ അറിയാം, എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചും പാരൻസ് കുട്ടികളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. +2 വരെ, ഈവൻ ഡിഗ്രി ഗ്രാജുവേഷനും കുട്ടികൾക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിസ്റ്റമാണ് CAയുടെ ഉള്ളത്, അത് നമുക്കറിയാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവരും അല്ലെങ്കിൽ കുറച്ച് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വിഷനുള്ളവരെല്ലാം CAക്ക് വരുന്നുണ്ട്. വന്നിട്ട് കുട്ടികളിൽ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പഴയ സിസ്റ്റത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. കാരണം ഞങ്ങൾ പഠിച്ചിരുന്ന രീതി ഇങ്ങനെയാണ്. അത് പാരൻസും പറയാറുണ്ട്, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്, പക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്നത് വേറെ രീതിയിലാണ്, അതുമായിട്ട് കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതങ്ങനെയാണ്. കാരണം നമ്മൾ CA എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ പഠിക്കുന്നതിൽ, പ്രാക്ടീസ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, വർക്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് സ്ട്രെസ്സായി മാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. കാരണം നമ്മൾ CAക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ വളരെ കറേജിയസ് ആയിട്ടുള്ളൊരു ഡിസിഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം പല രീതിയിലുള്ള ഡീമോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ CA ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കുന്നത്. CAയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന തുടക്കം മുതൽ തന്നെ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ അത് ടോപ്പിക് വളരെ ടഫായതുകൊണ്ടല്ല, ടോപ്പിക് ബാക്കി ഏത് കോഴ്സ് എടുക്കുന്നതിലും കമ്പാരിറ്റീവ്ലി ഈസി തന്നെയാണ് CA പഠിക്കാനായിട്ട്. പക്ഷെ പ്രശ്നം പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള പ്രശ്നം പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് പ്രശ്നമല്ല, പക്ഷേ തോറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുവരെ തോറ്റിട്ടില്ല. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പാരൻസിനെ അപേക്ഷിച്ച് അതിൽ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സുമാണ്. കാരണം എൻ്റെ മകൻ ഇതുവരെ തോറ്റിട്ടില്ല, ഈ സൊസൈറ്റിയുടെ മുന്നിൽ എങ്ങനെ നിൽക്കും, മറ്റുള്ളവരെ എങ്ങനെ കാണും എന്നൊക്കെ ഉള്ളതാണ്. ഈ സ്ട്രെസ്സ് കുട്ടികളിലേക്ക് കയറുകയാണ്. അപ്പോൾ CAക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, കാരണം CA കോഴ്സ് നല്ലതാണ്, അച്ചീവബിൾ ആണ് എന്നൊക്കെ ഉള്ളത് ഫാക്റ്റാണ്. പക്ഷേ അതിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് വരാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, മേജർലി അങ്ങനെ വരാറുണ്ട്. ഫസ്റ്റ് ചാൻസ് ബോത്ത് ഗ്രൂപ്പ്സ് ഇൻ്റർമീഡിയറ്റ്, ഫസ്റ്റ് ചാൻസ് ഫൈനൽ ഫസ്റ്റ് ചാൻസ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫസ്റ്റ് ചാൻസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ കുറച്ച് പെർസെൻറ്റേജിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളവരെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ക്ലിയർ ചെയ്യുക. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കരിക്കുലം ചേഞ്ച് ചെയ്തപ്പോൾ ഒരു വർഷത്തിൽ ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൗണ്ടേഷൻ്റെയും 3 എക്സാംസ് ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫെയിലായാലും ഇമീഡിയറ്റ് ആയിട്ട് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യാതെ 4 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത എക്സാം എഴുതാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഇപ്പോൾ തരികയാണ്. അതുകൊണ്ട് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് ഞങ്ങൾ ബോദർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷൻ കുട്ടികളിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയത്രേ ഉള്ളൂ. ഞാൻ 2000 CA എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്ര കണ്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒറ്റ വാക്കിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റിനെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. പാസ്സായില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നൊറ്റ വാക്ക് മതി. വീട്ടിൽ അനാവശ്യമായ സ്ട്രെസ് ഇല്ല, അനാവശ്യമായ എക്സ്പെക്റ്റേഷൻസ് ഇല്ല. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക്. കാരണം ധൈര്യമായിട്ട് എക്സാമിനെ പോയി
നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് പറയണമെന്ന് വിചാരിച്ചത്. കാരണം പാരൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ട്, ഡിയർ വൺസിൻ്റെ സപ്പോർട്ട് CA പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് പഠിച്ച് തുടങ്ങുന്ന സമയം മുതൽ ഈ റിസൾട്ട് ഫസ്റ്റ് ചാൻസ് എന്നുള്ള സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു 8 ചാൻസ് തോറ്റിട്ടുണ്ട്, എന്നിട്ടാണ് CA ക്വാളിഫൈ ചെയ്തത്. ഒരു കാലത്തും അത് നഷ്ടമല്ല. കാരണം CA നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾ ഇനി എത്ര വർഷത്തേക്കാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ CAക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഫെയിലിയർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പാരിസൺ. നമ്മൾ +2 വരെ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വരെ പാരൻസ് നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. പക്ഷേ അവിടെയും വരെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെയാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ CA റിസൾട്ട്സ് വരുമ്പോൾ കുട്ടികളിൽ ഞാൻ കണ്ടിരിക്കുന്നത് തോറ്റവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആയവരെ കമ്പയർ ചെയ്തിട്ടാണ് അവർ ഇനി CA ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കുക, അല്ലെങ്കിൽ എക്സാംസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കുക. എല്ലാവരും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് ഈ കേസിൽ. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പഠിക്കുന്നു. അപ്പോൾ +2 വരെ നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്തിരിക്കുന്ന കുട്ടികൾ തിരിച്ചു വന്ന് CAയിൽ പെർഫോം ചെയ്യണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് ചാൻസ് പെർഫോം ചെയ്യില്ല, ചിലപ്പോൾ ഒരു നെക്സ്റ്റ് ചാൻസിൽ പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷേ ഓരോരുത്തരെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ചില ക്ലാസ്സുകളിലേക്ക് ഇരിക്കുമ്പോൾ, ചെന്നൈയിൽ ഞാനൊരു ഫൈനലിൻ്റെ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ 150 കുട്ടികളുള്ള ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ടിൽ ഒരു 30-40 പേര് ഇരിക്കും. അപ്പോൾ അവർ സ്ഥിരമായിട്ട് സാറിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യും, വളരെ പ്രാക്ടീസ് ചെയ്യും. വന്നിട്ട് അവർ പലരും ക്വാളിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്തു. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്റ്റേജിൽ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് കുട്ടികൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് CAക്ക് പോകണോ പോകണ്ടയോ, അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കരുത്. ഓരോ എക്സാമും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാം ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇനി വരുന്ന എക്സാം അങ്ങനെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ CA ചെയ്യണോ വേണ്ടയോ എന്ന് പാരൻസ് ഡിസൈഡ് ചെയ്യുമ്പോൾ പാരൻസ് നോക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ഉണ്ട്, ആ സമയത്ത് സ്വന്തം മക്കളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ അവർ സക്സസ്ഫുൾ ആകും എന്നുള്ള ധൈര്യത്തിൽ പോകാം. CA വെരി മച്ച് അച്ചീവബിൾ ആണ്. അത് ഞങ്ങൾ ഒരുപാട് പേര് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഹാർഡ് വർക്കാണ് വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹാർഡ് വർക്കിൻ്റെ കൂടെ പാരൻസിൻ്റെ സപ്പോർട്ടും വേണം. ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ +2 10ാം ക്ലാസ്സിലും ഒന്നും നിങ്ങളുടെ മാർക്കല്ല നിങ്ങൾ CA ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള ആ ഒരു ഡിസയർ അത് തന്നെയാണ് വേണ്ടത്. കാരണം ഞങ്ങൾ തമാശയ്ക്കായാലും പറയും, ക്രിക്കറ്റൊക്കെ കളിച്ച് ഔട്ട്ഡോർ ഗെയിംസൊക്കെ കളിച്ചിരിക്കുന്നവർക്കൊക്കെയാണ് CA ആപ്റ്റായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളിയൊക്കെ ഞങ്ങൾ കളിക്കുമ്പോൾ തോക്കോ ജയിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കളിക്കാതിരിക്കാറില്ല. തോക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും കളിക്കാതിരിക്കില്ല, കളിക്കും. അപ്പോൾ ചിലപ്പോൾ തോറ്റു എന്ന് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കില്ല, പിന്നെയും കളിക്കും, പിന്നെയും തോക്കും, പിന്നെയും ജയിക്കും. ഇതൊക്കെ നടക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കളിക്കുന്നവർ CAക്ക് വന്നാൽ പാസ്സാവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അടുത്ത എക്സാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ പുതിയതായിട്ട് CA കോഴ്സിലേക്ക് വരാനുള്ളവർ ധൈര്യമായിട്ട് പോരുക. പാരൻസും അതിനെ അതുപോലെ തന്നെ കാണുക എന്നേ ഉള്ളൂ. താങ്ക് യു.